എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിള്ളേർക്ക് ഓണാഘോഷ പരിപാടിയൊക്കെ ആയിരുന്നേ. അന്നേരത്തേക്കിന് അവർക്ക് തലേ പൂ വെച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ മുല്ലപ്പൂവൊക്കെ മേടിക്കണേ രാവിലെ പോകണം. അതുകൊണ്ട് എനിക്കതിനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ ഇരുന്നോ, ഇത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇങ്ങനത്തെ ഈ ചെടിയില്ലേ, ഇതിൻ്റെ ഈ ഇച്ചിരി മൂത്ത മുട്ട് പറിച്ചെടുത്തേ. അത് ഞാൻ ഓണാഘോഷ പരിപാടിയുടെ തലേ ദിവസം പറിച്ചെടുത്ത് വെച്ചേ. പക്ഷേ ഇതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നേരത്തെ പറിച്ച് വെച്ചാൽ വിരിയത്തില്ല കേട്ടോ. അതെനിക്കറിയത്തില്ല. ഞാൻ ഓർത്ത മുല്ലപ്പൂ പോലെ വിരിയുമായിരിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഇത് നമ്മൾ പിച്ചിയുടെ മുട്ടൊക്കെ ഇരിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തലേ വെച്ച് കഴിഞ്ഞാൽ നല്ല കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കനകാമ്പരത്തിൻ്റെ കൂടെ പറിച്ചെടുത്തായിരുന്നേ. അന്നേരം കൊച്ചു പറഞ്ഞ് കനകാമ്പരപ്പൂ വേണ്ട, മറ്റേത് മാത്രം മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ മുട്ട് മാത്രമാണ് കിട്ടിയത്. ആദ്യത്തെ ഒറ്റ ഒരു കനകാമ്പരപ്പൂ മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. ബാക്കി മുഴുവൻ ഈ മുട്ടാണ് കിട്ടിയത്. പൂവൊക്കെ കോർത്തിട്ട് ഒത്തിരി നാളായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാപ്പിപ്പൂ വരെ കോർത്ത് തലേ വെച്ച് പോയിട്ടുണ്ട്. പിന്നെ ഒരു സൈസ് കനകാമ്പരപ്പൂ പോലെ വേറൊരു ചെടിയില്ലേ, വയലറ്റ് പൂവ്, വെള്ളപ്പൂവ്, ഒരു തരം മഞ്ഞപ്പൂവൊക്കെ ഉള്ളത്. അത് ഞങ്ങൾ താമസിച്ചിടത്ത് ഒത്തിരി ഉണ്ടായിരുന്നേ. അതിൻ്റെ പല കളറിലുള്ള പൂ ഇങ്ങനെ കോർത്ത് തലേ വെച്ചുകൊണ്ട് സ്കൂളിൽ പോകുമായിരുന്നു. ഒരു കനകാമ്പരപ്പൂ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് കൊച്ചു പറഞ്ഞ് എനിക്ക് ഈ പൂ വേണ്ട, വെള്ള മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വെള്ള മുട്ട 2 സൈഡിലും 2 എണ്ണം വീതം വെച്ച് 4 മുട്ടായിട്ടായിരുന്നേ കോർത്തത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചങ്ങനെ അങ്ങ് കോർത്തിട്ട് ബാക്കി പിന്നെ ഓരോന്നോരോന്നായിട്ട് കോർത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇല കണ്ടിട്ടുണ്ടോ? ഇത് നമ്മളുടെ പണ്ടത്തെയൊക്കെ കല്യാണത്തിന് ഈ ചെണ്ടിനകത്തും അതുപോലെ നമ്മുടെ പൂമാലയ്ക്കകത്തും ഒക്കെ വെക്കുന്ന ആ ചെടിയുടെ ഇലയാണ്. ഇപ്പം അങ്ങനത്തെ ഇലയൊന്നും ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്ന കണ്ടിട്ടില്ല. അതേ കോർത്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കുവേ. അങ്ങനെ നമ്മുടെ പൂമാല മൊത്തം കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും കണ്ടാൽ മുല്ലമൊട്ട് കോർത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതൊന്നും വിരിഞ്ഞില്ല കേട്ടോ. ഞാനും വെള്ളമൊക്കെ തളിച്ച് വെച്ചായിരുന്നു, രാവിലെ വിരിയുമായിരിക്കുമെന്ന് വെച്ച്. പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് തലയെ കുത്തിക്കൊണ്ട് പോയി. അപ്പോൾ അതേ ഇത് ഉച്ചയായപ്പം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, വാടിയിട്ട് പോലുമില്ല. അപ്പോൾ അതേ ഓണ സീസണിൽ മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.